നീ മാത്രമേ
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ഞങ്ങൾ കൂടെ ആയിരിക്കുവാനും ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ദിവ്യകാര്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് നോക്കാം. ഈശോ നമ്മെ നോക്കുന്നു. ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. അതിനു മുമ്പായിട്ട് പത്രോസ്ലീഹ പറഞ്ഞതുപോലെ ഈശോ സ്ത്രീയന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ്ലീഹ പറഞ്ഞു, ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ, അതേ മിശിഹ ദിവ്യകാരണത്തിൽ എഴുതിയിരിക്കുന്നു. പത്രോസ്ലീഹയുടെ ഭാഷയിൽ നമുക്കും അത് ഏറ്റുപറയുക. ഞാൻ ചൊല്ലിത്തരുന്നത് ഏറ്റുക. ദിവ്യകാരണത്തിൽ എഴുതിയ ഈശോയെ, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണ്. അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. ഒരു നിമിഷം മതി എന്നെ മാറ്റാൻ. ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈശോ നമ്മെ നോക്കുന്നു. ഈശോ ശക്തി പുറപ്പെടുന്നു. എവിടേക്കാണ് ശക്തി പുറപ്പെടുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സ്ഥിതി ടോർച്ച് ലൈറ്റ് അടിക്കുന്ന മാതിരി ഈശോ കാണിച്ചു തരികയാണ്. പാപികളാണെങ്കിൽ കാണിച്ചു തരുന്നു. നമ്മൾ അനുതാപത്തോടെ ഈശോ പറയുന്നു, ഈശോയെ ഞാൻ പാപിയാണ്. ഈശോയോട് പറയാണ്, സാരമില്ല മോനെ, സാരമില്ല മോനെ, ഈ പാപം ചെയ്യും. വീണ്ടും നമ്മൾ ഹൃദയത്തിൽ ചെല്ലുമ്പോൾ ഹൃദയം സ്നേഹത്തിൻ്റെ ആ കേന്ദ്രമാണ്. ഇത് സ്നേഹം മാത്രമാണ്, ദൈവസ്നേഹമാണ്. ഈശോ നമ്മെ സ്നേഹിക്കുന്നു. അപ്പൊ ആ സ്നേഹം അനുഭവിക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരിടം നാം ഹൃദയത്തിൽ കൊടുക്കണം. ഇപ്പൊ ഈശോ നോക്കുമ്പോഴും ഈശോയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഹൃദയത്തിലേക്ക് ശക്തിയായി നയിക്കപ്പെടും. പരിശോധിച്ച് നോക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, തെറ്റിദ്ധാരണകൾ, ക്ഷമിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ ഇതിലുണ്ടോ? ഈശോയെ മനസ്സിലാക്കുക. ഈശോയെ പറയുക, ഈശോയെ എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ, ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ മുറിവുകളാണ്, ക്ഷയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തടസ്സമാക്കിയിരിക്കുന്നത്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈശോ നമ്മോട് സംസാരിക്കുന്നു. ദീപികാരനെ ഈശോയ്ക്ക് ഈശോ പറയുന്നത് നമുക്ക് ചെയ്തുകൊണ്ടില്ലാൻ സാധിക്കും. മനുഷ്യ ശരീരമായിരുന്നെങ്കിൽ നമുക്ക് കേൾക്കാമായിരുന്നു. അവിടുത്തെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ ആ മുറിവുകൾ പറ്റി ഈശോ സംസാരിക്കുന്ന വചനത്തിലൂടെ യേശയ്യാ 53:5 അവിടുത്തെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ മുറിവുകളിലൂടെ നമുക്ക് സൗഖ്യം കിട്ടിയെന്നാണ് നമ്മൾ ഏറ്റെടുക്കുക. ഏറ്റെടുക്കുന്ന ശക്തി നമുക്ക് കിട്ടുന്നു. നമ്മൾ മുറിവുകൾ പ്രത്യക്ഷപ്പെടുന്നു. 1 Pet അടുത്ത മുറിവുകൾ ആ സൗഖ്യം പ്രാപിച്ചു.
ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്ന മുഴുവൻ അതല്ല ഈശോ. ഈശോ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈശോ നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ മുഴുവേറ്റ യേശു അത് മുൻപാടുകൾ. ഈ അടുത്ത കാലത്ത് മുറ്റിനായ വിഷയ ചില മുസ്ലിം പാർട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടതായി വരുന്നു. അവർക്കൊരു മരണാനന്തര അനുഭവം കൊടുത്തിട്ടാണ്. 2-3 മിനിറ്റ് മരണത്തിൻ്റെ അനുഭവം കൊടുത്തിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ ഒരുപാടുകളിലാണ് കാൽപ്പാടത്തിൽ കഴിയുന്നത്. അവരോട് പറയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പൊ ഈശോയാണ് ഇവിടെ എല്ലാം. അവിടുത്തെ വഴിയാണ്, സത്യമാണ്, ജീവനാണ്, വിശുദ്ധമാണ്. ഉരുവേറ്റ ഈശോ, നമുക്കിവിടെ മുറിക്കപ്പെട്ട ഈശോ നമുക്ക് വഴിയാണ്. നമ്മൾ മുറിവുകൾ ഈശോ കൊടുക്കുക. ക്ഷമിക്കാൻ പറ്റാത്ത ആ ഇടങ്ങൾ ഈശോ കൊടുക്കുക. ഈശോ എടുത്തു മാറ്റുക. അങ്ങനെ എടുത്തു മാറ്റുന്നത് വഴി സ്നേഹം തന്നെയാണ് ഈശോ. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറയുന്ന ഈശോ ഹൃദയത്തിനുള്ളിൽ സ്നേഹം കൊണ്ട് നൽകിയ ദൈവസ്നേഹം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നാം ഈശോയെ സ്നേഹത്തോടെ നോക്കുമ്പോൾ നമ്മിൽ അനുഭവപ്പെടുന്ന ആ ശക്തിയാണ് വിശ്വാസം. ബുദ്ധിയിലുള്ള വിശ്വാസം. ബുദ്ധിയിലൊക്കെ നമ്മളെ സംബന്ധിച്ചു അനുഭവം. അത് വിശുദ്ധന്മാരിൽ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ അനുഭവം. അനുഭവമാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. നമ്മളെ കണ്ടുപിടിച്ച വിശുദ്ധര് ഫ്രാൻസിസ് സേവ്യർ വിദ്യാശിക്ഷയോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്ങുന്നതിന് കേട്ടു, ഈ ലോകങ്ങളുടെ ഇടയിലെ ആത്മാവിശ്വാസം എത്തുന്നത് അത് അദ്ദേഹത്തെ സ്പർശിച്ചു. അതാണ് അനുഭവം. കർത്താവിന് ഹൃദയം മാത്രമല്ല, വിദ്യുതിന് വേണ്ട. അതുകൊണ്ട് സംഗീതം പറയുന്നത്, സംഗീതം 119 പറയുന്നത് പൂർണ്ണ ഹൃദയം കർത്താവിന് കൊടുക്കുക. നമ്മൾ സൃഷ്ടികളായതുകൊണ്ട് നമുക്കതൊക്കെ കൈകാര്യം ചെയ്യാൻ കർത്താവിനെ ആശ്രയിക്കും. ഈശോ ആ ഹൃദയത്തെ പ്രവർത്തിക്ക് പറ്റിയ ഹൃദയം മാറ്റും. സ്നേഹത്തിൻ്റെ ഹൃദയം മാറ്റും. അപ്പം അതാണ് ഈശോയുടെ ഒരു മാറ്റം. അപ്പം അതെങ്ങനെയാ മാറ്റം വരുത്തുക? പരിശുദ്ധാത്മാവിലൂടെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ടു. മാർക്കോസ് സുവിശേഷത്തിൽ ഈശോ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ശ്രീകരണങ്ങൾ പറഞ്ഞു, അവർ കുടിയിരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ച് സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ മാമോദീസ നടത്തുന്നു. പിശാചുകളെ ബഹിഷ്കരിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നു. അതിനു വേണ്ടിയിട്ട് ഈശോ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. 10 ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത ആനന്ദം പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുക. പ്രാർത്ഥിക്കണം, ചോദിച്ചു മാത്രം ദാഹിക്കുക. കിണറ്റിക്കരയിലെ സ്ത്രീയോട് കർത്താവ് വെള്ളം ചോദിച്ചപ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ നീ കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം, ഒരിക്കലും ദാഹിക്കുകയും ജലമാണ് പരിശുദ്ധം.
ആ പരിശുദ്ധാത്മാവ് വന്നിരിക്കുമ്പോൾ മാറ്റിമറിക്കും, ശക്തിപ്പെടും, പുതിയ മനുഷ്യരാണ്. അതല്ല സ്ത്രീകൾ മനസ്സിലാക്കിയത്. പിന്നീട് സ്ത്രീയന്മാര് ഓടി ഒളിച്ച സ്ത്രീയന്മാര് ധൈര്യപൂർവ്വം ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. പത്രോസിലെ ആദ്യ പ്രസംഗത്തിന് പോയത് പേരാണ് മനസ്സംഗപ്പെട്ടത്. അപ്പൊ ശിഷ്യന്മാരോടൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് ഈ ശിഷ്യന്മാർക്ക് വിശ്വം വചനം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ ബഹിഷ്കരിക്കുക. അപ്പോൾ ചിലരൊക്കെ പിശാചുകളെ ബഹിഷ്കരിച്ചു പറഞ്ഞു, ഞങ്ങൾ യേശു നാട്ടിൽ പറഞ്ഞ പിശാചുകളെ കീഴടങ്ങുന്ന പറഞ്ഞപ്പോൾ വിശ്വാസം പിശാചുകളെ കീഴടങ്ങുന്നതെന്ന് അഭിമാനിക്കുന്നു. സ്വർഗത്തിൽ പേരെടുത്തിരിക്കുന്ന അഭിമാനം അതാണ്. അപ്പൊ ഇതെല്ലാം സംഭവിക്കും. അതാണ് സുവിശേഷം വായിച്ചത്. അപ്പൊ അത് ആ വാക്കിന്റെ അർത്ഥമനുസരിച്ച് ചെയ്യുമ്പോഴാണ് പലപ്പോഴൊക്കെ ബുദ്ധിമുട്ട്. സഭയിൽ അങ്ങനെയുണ്ട്. ബുദ്ധി പ്രയോഗിച്ചാൽ പഠിക്കാൻ ബുദ്ധിയാണ് ഇത് തിരിച്ചറിവുള്ളത്. പക്ഷെ ബുദ്ധിയിൽ കർത്താവ് പ്രവർത്തിക്കുന്നത്, കർത്താവ് പ്രവർത്തിക്കുന്നത് സ്നേഹം. അപ്പൊ കർത്താവിന്റെ പ്രവർത്തനം ബുദ്ധിയുടെ ആവശ്യമില്ല. അപ്പൊ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നത് വളരെ തെറ്റുണ്ടാകും. അപ്പൊ ഞാൻ ഒരു പ്രകടമായ ഉദാഹരണം കണ്ടത്, സഭ ഇന്ത്യയിൽ വന്നിട്ട് കുറേ വർഷമായെങ്കിലും 2% ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് 4-5 വർഷമായിട്ട് ഈ പന്തക്രിസ്തക്കാര് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വടക്കിൻ ഗ്രാമങ്ങളിൽ, പഞ്ചാബിൽ, ഛത്തീസ്ഗഡ്. എന്താ കാര്യം ചോദിച്ചു? അവർ ചെയ്യുന്നതാണ് സ്ത്രീയന്മാരോട് ആചാര്യന്മാർ പറഞ്ഞ വചനം പ്രസംഗിക്കുക. അവരൊരു ചെറിയ വലിയ പണിയൊന്നുമില്ല, ഒരു ചെറിയ കുടിലുണ്ട്, അവർ ചെന്ന് വചനം പ്രസംഗിക്കുന്നു. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം അനേകരെ ആവശ്യപ്പെട്ടു. 1-2 രോഗികളെ സുഖപ്പെട്ടു വചനം ഉപയോഗിച്ചു. അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? ആൾക്കാർ വന്നുകൂടുന്നു, അത് പെരുകാൻ തുടങ്ങി. വചനത്തിന് ശക്തി. അപ്പൊ അതിന്റെ ആ വചനത്തിന് ശക്തി നാം അനുഭവിച്ചിട്ടുണ്ട്. വചനം വായിച്ചാൽ മതി. ഇന്നത്തെ സുവിശേഷ വചനം വായിച്ചു കേട്ടു. സർവസൃഷ്ടികളോട് വചനം പ്രസംഗിക്കുക. യേശുപ്രവാചകൻ പറയുന്നുണ്ട്, ആകാശത്ത് മഴ പെയ്യുന്നത് പോലെയാണ് വചനം. മഴ പെയ്യുമ്പോൾ മഴ തുള്ളി ഭൂമിയിൽ വീണ് അത് ഫലപ്പെടുകയും, അതുപോലെ തന്നെ വചനം നാം പ്രസംഗിക്കപ്പെടും, വചനം കൊടുക്കപ്പെടും, ഫലം produce. വചന ശക്തി ഫലം produce തിരിച്ചു വരും. അപ്പോൾ മാനസാന്തരത്തിൻ്റെതായിരിക്കും, പുതുജീവിതത്തിൻ്റെതായിരിക്കും, പ്രേക്ഷിതത്തിൻ്റെതായിരിക്കും, അതിൻ്റെ ശക്തി സൗഖ്യത്തിൻ്റെതായിരിക്കും. ഈ അടുത്ത കാലത്ത് ഞാൻ കേൾക്കാറുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മ കൊച്ചുകുട്ടികൾ പാമ്പ് കടിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ചെയ്തിട്ടുണ്ട്. പാമ്പിനെ അതിന് പ്രായ വ്യത്യാസമുണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്. അപ്പൊ പാമ്പിനെ ബന്ധിക്കാനുള്ള വചനമുണ്ട്. ഏതാണ് വചനം നിങ്ങൾക്ക് അറിയാമോ? എന്താണ്? ലൂക്ക 10 നമുക്ക് പറഞ്ഞ് 10:19 അല്ലേ? ആണോ? ഒന്ന് വായിച്ചേ ഉറക്കെ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും
ആ ശത്രുവിന്റെ സർവശക്തിയുടെ ആ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ ഭയപ്പെടുത്തുന്നതിന് വചനം ഉപയോഗിക്കുക. വചനം അറിയാവുന്നത് ലൂക്ക 10:18 ആ വചനം ഉപയോഗിച്ച് ഇത് പാമ്പുകളും തേടുകൊണ്ടേയും ശത്രുവിന്റെ ശക്തിയുടെ മേൽ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു. അവയൊന്നും ഞാൻ ഉപദ്രവിക്കുകയും എന്താണ് അതായത് വചനം. അപ്പൊ ഈ വചനം വിശ്വാസം വേണം. ഇതിന് വചനത്തില് വിശ്വാസം നിങ്ങൾ വചനത്തിൽ പറഞ്ഞാൽ ശരിയാണ്, സംശയിക്കാൻ പാടില്ല. മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് വഴിയെങ്കിലും. അപ്പൊ ഇതൊക്കെ കാണിക്കുക മനുഷ്യരുടെ പ്രകൃതിയിലൊക്കെ പൈശാചക്തികൾ കൊടുക്കുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളിലും പൈശാചക്തി പ്രവർത്തിക്കുന്നു. ഞാനൊരു ജനകേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ പിശാചിനെ പരീക്ഷിക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരിൽ 2 ക്രിസ്ത്യാനികൾ പിശാചിന്റെ ബന്ധത്തിൽ മാറാൻ വേണ്ടി കൊണ്ടിരിക്കുക. അപ്പൊ അവർ ചെയ്ത തെറ്റാന്താണ് മോദിക്ക് അമിത്ഷായ്ക്ക് വേണ്ടി ആഭിചാരം ചെയ്തു. പൈസ കിട്ടും. നമുക്ക് തമാശ അപ്പൊ പലരും ആഭിചാരം ചെയ്തു, മുസ്ലിങ്ങളും ചെയ്തു. ക്രിസ്ത്യാനികൾക്ക് അത്